ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാനദി. ഗംഗാനദിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. നേപ്പാളിൻ്റെ തലസ്ഥാനം കാഠ്മണ്ഡു ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് 1945 അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം. ഡേവിസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ടെന്നീസ്. ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന പാളി ട്രോപ്പോസ്ഫിയർ. ചിക്കാഗോയിലെ ലോക മതസമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ സ്വാമി വിവേകാനന്ദൻ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ കൃതിയാണ് ബാല്യകാലസഖി. കേരള സംസ്ഥാനം രൂപീകൃതമാവുന്നത് 1956 നവംബർ 1. ലോക തൊഴിലാളി ദിനം മെയ് 1. അർജുന അവാർഡ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? സ്പോർട്സ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്കുകളുടെ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം പോർബന്ദർ. മുംബൈ ഏത് സംസ്ഥാനത്ത്? മഹാരാഷ്ട്ര. സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടാണ്? ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടാണ് സന്തോഷ് ട്രോഫി. ഇനി ഇറ്റാനഗർ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്? അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ്. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. യൂറോ ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ്? യൂറോപ്പ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ടയാണ്. ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കാലടിയാണ്. കാലടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില കൃഷി ചെയ്യുന്ന സംസ്ഥാനം ആസാം. കേരളത്തിലെ ആകെ ജില്ലകളുടെ എണ്ണം 14. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് EK നായനാർ. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. തുടർച്ചയായി 2 പ്രാവശ്യം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏത് വിളയുമായി ബന്ധപ്പെട്ട പേരാണ് ജയ? നെല്ല്. കോഴിമുട്ട വിരിയുന്നതിന് സാധാരണ എടുക്കുന്ന സമയം 21 ദിവസം. കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മണ്ണൂത്തി, തൃശ്ശൂർ. ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയ് മൗണ്ട് ബാറ്റൺ പ്രഭു. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. റൂർക്കേല ഇരുമ്പുരുക്കുശാല ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടുകൂടെ സ്ഥാപിച്ചതാണ്? ജർമ്മനിയുടെ സഹകരണത്തോടുകൂടിയാണ്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് കോപ്പർനിക്കസ്. ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യയുടെ ദേശീയഗാനം രവീന്ദ്രനാഥ ടാഗോർ. ഉദയസൂര്യൻ്റെ നാട് ജപ്പാൻ. ഉദയസൂര്യൻ്റെ നാട് ജപ്പാൻ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയം പള്ളിവാസൽ. കാവേരി നദീജല തർക്കം ഏതെല്ലാം സംസ്ഥാനങ്ങൾ തമ്മിലാണ്? അപ്പം കർണാടകവും തമിഴ്നാടും ആണ്. കേരളത്തിൻ്റെ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വെള്ളൂരാണ്. KL10 ഏത് ജില്ലയിലെ രജിസ്ട്രേഷനാണ്? അത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ല. ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. നെടുമ്പാശ്ശേരി വിമാനത്താവളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അത് എറണാകുളം ജില്ലയിലാണ്. കേരളത്തിൽ അവസാനമായി രൂപീകരിച്ച ജില്ല കാസർഗോഡാണ്.